ഹായ് ഫ്രണ്ട്സ്, ഞാൻ നയന. ഞാൻ ഇൻഡസിലെ സ്റ്റുഡൻ്റാണ്. ഞാൻ പഠിച്ചത് MCOM ആണ്. ലൈഫ് സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ഈ കോഴ്സ് ചെയ്യുമ്പോൾ എനിക്കൊരു ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഈ കോഴ്സ് എനിക്ക് ടഫായിരിക്കുമോ, എനിക്കിത് പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സാണ് ആദ്യം എടുത്തിരുന്നത്. അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിക്കുകയാണ് ചെയ്തത്. പിന്നെ കുറച്ച് നാൾ അവിടെ പഠിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഓൺലൈൻ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ ഡൗട്ടൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനും ഒക്കെ പറ്റും. അങ്ങനെ വിചാരിച്ചിട്ട് പിന്നെയൊക്കെ ഞാൻ ഓൺലൈൻ ക്ലാസ്സാണ് അറ്റൻഡ് ചെയ്തിരുന്നത്. ഞാനൊരു ഏപ്രിലാണ് ജോയിൻ ചെയ്യുന്നത്. 3.5 മാസത്തെ കോഴ്സായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾക്ക് എടുത്തത് അനാട്ടമി ആയിരുന്നു. അപ്പോൾ അനാട്ടമി ആണെന്നുണ്ടെങ്കിൽ പോലും തുടക്കത്തിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നി. ഓർമ്മ നിൽക്കാനൊക്കെ ആയിട്ട് മെഡിക്കൽ ടേംസും ഒക്കെ ഒന്ന് ഓർമ്മ നിൽക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. പിന്നെ അത് മാം കറക്റ്റായിട്ട് പിറ്റേ ദിവസം ക്വസ്റ്റ്യൻസ് ചോദിക്കുമായിരുന്നു. അന്നാന്നെടുത്തത് അന്നാന്ന് പഠിക്കണം, അതിൻ്റെ ക്വസ്റ്റ്യൻസും ചോദിക്കുമായിരുന്നു. അപ്പോൾ അന്നാന്നെടുത്തത് അങ്ങനെ പഠിച്ചു പോകാറുണ്ട്. അങ്ങനെയാണ് പിറ്റേ ദിവസം ക്വസ്റ്റ്യൻ ചോദിക്കും. അങ്ങനെയാണ് അനാട്ടമി പഠിച്ചത്. പിന്നെ കുഴപ്പമൊന്നും തോന്നിയില്ല. കുറച്ച് നാൾ റെഗുലറായിട്ട് അത് പഠിച്ചപ്പോൾ പിന്നെ ബുദ്ധിമുട്ട് തോന്നിയില്ല. അങ്ങനെയാണ് പഠിച്ചത്. പിന്നെ ഞങ്ങൾക്ക് അനാട്ടമി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു എക്സാം വെച്ചിരുന്നു. 100 ക്വസ്റ്റ്യൻ്റെ ഒരു എക്സാം വെച്ചിരുന്നു. അത് എക്സാം എഴുതുന്നതിനേക്കാളും മുന്നേ തന്നെ മുബീന മാം വന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ഒരു കട്ട് ഓഫ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് കുറയണമെങ്കിൽ ഇമ്പോസിഷൻ തരും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമ്പോസിഷൻ കിട്ടാണ്ടിരിക്കാനും എല്ലാവരും അത് നല്ല രീതിയിൽ പഠിച്ചിട്ട് തന്നെയായിരുന്നു പോയത്. പിന്നീട് ഞങ്ങൾക്ക് ICD ആണ് തുടങ്ങിയത്. ICD ആണ് എടുത്തത്. ICD നമുക്ക് റിട്ടൺ നോട്ട്സാണ് അതിൻ്റെ ഗൈഡ് ലൈൻസ് ഒക്കെ തന്നിരുന്നത്. അത് ഞങ്ങൾ എഴുതിയെടുത്തിട്ടാണ് പഠിച്ചിരുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് തോന്നി. ടെക്സ്റ്റിൽ നിന്ന് അങ്ങനെ പഠിക്കുന്നതിനേക്കാളും നോട്ടിൽ നമ്മളത് നോട്ട് ചെയ്ത് വെച്ചിട്ട് പഠിക്കുന്നത് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് തോന്നിയിരുന്നു. അങ്ങനെയാണ് ICD പഠിച്ചത്. ICDയും തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ട് തോന്നി. എവിടെ നിന്ന് കോഡ് എടുക്കണം, ഏത് ഗൈഡ് ലൈൻ ഫോളോ ചെയ്യണം, എങ്ങനെ കോഡ് സീക്വൻസ് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു നല്ല ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. പിന്നെ മാം കറക്റ്റായിട്ട് പറഞ്ഞു തരായിരുന്നു. ഓരോ ക്വസ്റ്റ്യൻസും നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ആ ചാപ്റ്ററിൻ്റെ അന്നാമെടുക്കുന്ന ചാപ്റ്ററിൻ്റെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് തരായിരുന്നു. അത് പിറ്റേ ദിവസത്തേക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യായിരുന്നു. പിന്നെ ഒരു സീരീസ് ക്വസ്റ്റ്യൻസ്, അത് എല്ലാ ചാപ്റ്റർ കഴിയുമ്പോഴും ഞങ്ങൾക്ക് സീരീസ് ക്വസ്റ്റ്യൻസ് തന്നിരുന്നു. ഒരു 30 to 40 ആ ഒരു റേഞ്ചിൽ ക്വസ്റ്റ്യൻസ് തന്നിരുന്നു. അപ്പോൾ അത് ഞങ്ങളെല്ലാവരും ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അതിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിലും മാമിനോട് ചോദിക്കാൻ പറ്റുമായിരുന്നു. ഇൻഡിവിജ്വലായിട്ട് ചോദിച്ചാലും മാം പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെയാണ് ICD ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തത്. ICD കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്കൊരു എക്സാം വെച്ചിരുന്നു. ഈ ICDയിലെ ഫുൾ ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു എക്സാം ആയിരുന്നു. അതൊരു 100 ക്വസ്റ്റ്യൻ്റെ എക്സാം ആയിരുന്നു വെച്ചിരുന്നത്. പിന്നെ CPT തുടങ്ങിയത്. CPT തുടങ്ങുന്നതിനേക്കാളും മുന്നൊരു സെക്ഷനിൽ മുബീന മാം പറഞ്ഞിരുന്നു ICD പോലെയല്ല CPT, കുറച്ചും കൂടി നിങ്ങൾ എഫേർട്ട് എടുക്കണം, കുറച്ചും കൂടി ശ്രദ്ധിച്ച് പഠിക്കണം, എങ്കിൽ തന്നെ അത് മനസ്സിലാകും എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഗൈഡ് ലൈൻസ് ഒക്കെ ടെക്സ്റ്റിൽ തന്നെ അടയാളപ്പെടുത്തിയിട്ട് അങ്ങനെയാണ് മാം പറഞ്ഞു തന്നിരുന്നത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പോൾ ക്ലാസ്സിൽ ചോദിക്കായിരുന്നു മാം. അതിനുള്ള ഫ്രീഡമൊക്കെ തന്നിരുന്നു. ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ചോദിച്ചാലും മാം പറഞ്ഞു തരായിരുന്നു. പിന്നെ CPT തുടങ്ങിയപ്പോഴും ഞങ്ങൾക്ക് സീരീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഒരു 40 ക്വസ്റ്റ്യൻസ് വരെ ഞങ്ങൾക്ക് ഓരോ സീരീസിലും ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് CPTയും കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് എക്സാം വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 50 ക്വസ്റ്റ്യൻ്റെ 2 സെക്ഷനായിട്ട് അങ്ങനെ 2 എക്സാമായിരുന്നു വെച്ചിരുന്നത്. അതും ചെയ്തിട്ടുണ്ടായിരുന്നു. മുബീന മാം ഒരു ഇമ്പോസിഷൻ പറഞ്ഞതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ചിട്ട് ഇതുവരെ ഇമ്പോസിഷനൊന്നും വാങ്ങിച്ചിക്കാണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. പിന്നീട് CPC എക്സാം ആയിരുന്നു. ഇതൊക്കെ പഠിച്ച് തീർന്നാലും CPC എക്സാം എന്ന് പറയുമ്പോൾ നല്ല ടെൻഷനായിരുന്നു. അത് എഴുതാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. പിന്നെ അതിന് ഞങ്ങൾ ഡേറ്റ് എടുത്തപ്പോൾ തൊട്ടിട്ട് ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രം ഒരു ഗ്രൂപ്പ്. അതിൽ 2 മാംമാരുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എടുത്തിരുന്നത് സുരയ്യ മാമാണ്. ആ മാമും മറ്റൊരു മാമും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ഡൗട്ട് ചോദിച്ചാലും നമുക്ക് ക്ലിയർ ചെയ്ത് കിട്ടുമായിരുന്നു. ആ ഗ്രൂപ്പിൽ ചോദിക്കാം എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും. പിന്നെ ഞങ്ങൾക്ക് ഗ്രൂപ്പിൽ അതിനാണ് ഞങ്ങൾക്ക് ആ ഗ്രൂപ്പ് തുടങ്ങിയത്. പിന്നെ ഒരു 16 മോക്ക് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. 4 അവർ എടുത്തിട്ടാണ് ഞങ്ങളത് ചെയ്തിട്ടുള്ളത്. ഡെയിലി 4 അവർ എടുത്തിട്ട് ഒരു 16 മോക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് 5 മോക്ക് കഴിഞ്ഞിട്ട് ഓരോ മോക്ക് കഴിയുമ്പോഴും ഞങ്ങൾക്കൊരു ഡൗട്ട് ക്ലിയറിങ് സെക്ഷൻ വെച്ചിരുന്നു. അതിൽ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കായിരുന്നു മാമിനോട്. മാം അത് പറഞ്ഞു തരുമായിരുന്നു. അഥവാ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് പിന്നീട് ചോദിച്ചാലും മാം അത് പറഞ്ഞു തരുമായിരുന്നു. ഡൗട്ടൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തരായിരുന്നു. അത് നമുക്ക് ബുദ്ധിമുട്ട് തോന്നിയില്ല. പിന്നീട് ആ മോക്ക് ചെയ്തപ്പോൾ ഒരു 16 മോക്ക് കംപ്ലീറ്റ് ചെയ്തപ്പോഴാണ് ശരിക്കും CPC എക്സാം എഴുതാനൊരു കുറച്ചൊരു ധൈര്യം വന്നത്. ഫസ്റ്റ് ഒരു
2-3 മോക്കൊക്കെ എഴുതിയപ്പോൾ ടൈം ഭയങ്കര പ്രശ്നമായിരുന്നു. ടൈം ഉണ്ടായിരുന്നില്ല. അതായത് 4 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അങ്ങനെയാണ് പിന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് വന്നപ്പോഴാണ് ആ സമയത്തിനുള്ളിൽ കറക്റ്റ് ചെയ്യാൻ പറ്റി. പിന്നെ CPC എക്സാമിന് പോയാലും ആ കറക്റ്റ് ഒരു 4 മണിക്കൂറിനുള്ളിൽ തന്നെ 100 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഇത്രയ്ക്കും മോക്ക് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടും ഇത്രയും സീരിയസ് ക്വസ്റ്റ്യനും മോക്കും ഒക്കെ ഒരു പ്രാക്ടീസ് ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾക്കത് ശരിക്കും പറഞ്ഞാൽ അവിടെ ചെന്ന് ചെയ്യാൻ പറ്റിയത്. ശരിക്കും ഇപ്പോൾ ഞങ്ങൾ ഒരു ഫെബ്രുവരി 4-നായിരുന്നു ഞങ്ങൾക്ക് എക്സാം വന്നത്. ഫെബ്രുവരി ഒരു 14th ആയപ്പോഴേക്കും ഞങ്ങൾക്ക് റിസൾട്ട് വന്നു. അപ്പോൾ കുഴപ്പമില്ല, 88% ആയിരുന്നു CPC മാർക്ക്. അപ്പോൾ അത്രയും നല്ലൊരു റിസൾട്ട് നേടാൻ പറ്റിയത് ഞങ്ങൾക്ക് കിട്ടിയ ആ ക്ലാസ്സും പിന്നെ അതിന് CPC എക്സാമിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കിട്ടിയ അത്രയും പ്രിപ്പറേഷൻസും ഇൻഡസിൻ്റെ ഭാഗത്തുനിന്ന് ഉള്ള അത്രയ്ക്കും സപ്പോർട്ട് കൊണ്ടാണ് ഈ എക്സാം ഇത്രയ്ക്കും നല്ല രീതിയിൽ ക്ലിയർ ചെയ്യാൻ പറ്റിയത്. പ്രത്യേകിച്ച് സുരയ്യ മാം, മൊബീന മാം, പിന്നെ അവിടുത്തെ ഓരോ ഫാക്കൽറ്റീസും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഇത്രയും വേഗം തന്നെ ഈ CPC ക്ലിയർ ചെയ്യാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റിയത്. ഹായ്, എൻ്റെ പേര് ദിയ. ഞാൻ മെഡിക്കൽ കോഡിംഗ് പഠിച്ചത് തൃശ്ശൂർ ഇൻഡസ് എഡ്യൂക്കേഷനിൽ നിന്നാണ്. ഞാനിപ്പോൾ CPC എക്സാം സർട്ടിഫൈഡ് ആയി. 87% കൂടി പാസ്സാകാൻ സാധിച്ചു. എനിക്ക് എക്സാം പാസ്സാവാൻ കഴിഞ്ഞത് ഇൻഡസ് എഡ്യൂക്കേഷനും അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പും സപ്പോർട്ടും കൊണ്ടാണ്. വളരെ സപ്പോർട്ടീവായ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇൻഡസ് എഡ്യൂക്കേഷൻ. ടീച്ചേഴ്സ് എല്ലാം വളരെ ഹെൽപ്ഫുള്ളാണ്, വളരെ സപ്പോർട്ടീവാണ്. എല്ലാ സബ്ജക്ട്സും വളരെ ക്ലിയറായി തന്നെ ഏത് ഡൗട്ടും ഏത് സമയത്ത് ചോദിച്ചാലും നമുക്ക് മാം അത് ക്ലിയർ ആക്കി തന്നിരുന്നു. അവിടുത്തെ എക്സാം പ്രിപ്പറേഷൻ എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മോക്ക് ചെയ്തതിന് ശേഷമാണ് മാം ഞങ്ങളെ എക്സാമിനെ പറഞ്ഞയച്ചത്. അത് കാരണം തന്നെയാണ് ഇങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞത്. താങ്ക് യു ഇൻഡസ് എഡ്യൂക്കേഷൻ. താങ്ക് യു സോ മച്ച്.